പത്രോസിൻ്റെ രണ്ടാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയവും, ഇന്ദ്രിയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും നമ്മൾ കൂട്ടിക്കൊണ്ടിരുന്നോണം. 7 ആത്മീയ അനുഭവങ്ങൾ നമുക്കുണ്ടാകണം. 7 സർവായുധവർഗം ധരിച്ച് പിശാചിനോട് പോയി. അവിടെ 7 പത്രോസിൽ നിന്ന് കൂടി ചേർക്കുമ്പോൾ 8 ഉണ്ട്. ആ സർവായുധവർഗം ധരിച്ച് പിശാചിനോട് പോരാടണം. അങ്ങനെ പോരാടിയാലേ നമുക്ക് നിത്യത്തിൽ ചെല്ലെത്താൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അവൻ ഈ ലോകത്ത് നമ്മളെ മുക്കിക്കൊല്ലും. ഈ ലോകത്തിൽ നമ്മളെ ഒടുക്കിക്കളയും സാത്താൻ. മനുഷ്യനെ സൃഷ്ടിച്ച അതേ തോട്ടത്തിലാണ് സാത്താനെ സൃഷ്ടിച്ചതെന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് സാത്താന് നമ്മളോടുള്ള വെല്ലുവിളി എന്താണ്? അവനെ സൃഷ്ടിച്ച് അവനൊരു അഹങ്കാരം വന്നപ്പോൾ അവനെ വെട്ടി നിലത്തിട്ടു. അതേ സ്ഥാനത്ത് മനുഷ്യനെ സൃഷ്ടിച്ച് മനുഷ്യനുമായിട്ടുള്ള സംസർഗത്തിൽ ദൈവം സന്തോഷിക്കുന്നു. അതവന് വലിയ കണ്ണുകടിയാണ്. അതുകൊണ്ട് ആ മനുഷ്യനെ നശിപ്പിച്ച് കളയാനാണ് സാത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വർഗരാജ്യത്തേക്ക് വിടാതിരിക്കാൻ എന്തെല്ലാം പരിപാടികൾ അവൻ ചെയ്യുമോ അതൊക്കെ ചെയ്യും. വെളിപ്പാട് 12:12 വായിച്ച്, 9-ഉം 12-ഉം വായിച്ച്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 9-ഉം 12-ഉം ഇടപെടില്ലാതെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പം. പഴയ മതി. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുക. പിന്നെ അടുത്ത് വരുന്നത് സഹോദരന്മാരെ രാപ്പകൽ, 9-ാം വാക്യത്തിൽ, രാപ്പകൽ അപവാദം പറയുന്ന അപവാദി. അപ്പോൾ അപവാദങ്ങൾ, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പരത്തുന്നത് സാത്താൻ്റെ ആത്മാവാണ്. ഇന്നിപ്പോൾ ഒത്തിരി നടക്കുന്നുണ്ട് ആത്മീയ കോളത്തിൽ. അടുത്ത് 3-ാമത് 12-ാം വാക്യം, വെളിപ്പാട് 9:12, 12 വായിച്ചേ. ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പി. ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം. പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളുവെന്ന് കരുതി മഹാക്രോധത്തോടെ ഇറങ്ങി വന്നിരിക്കും. ഇപ്പം സാത്താൻ അല്പകാലം ഉള്ളൂ എന്ന് സാത്താൻ അറിയാം. പെന്തക്കോസ്തുകാരന് കർത്താവിൻ്റെ വരവായെന്നവൻ അറിയത്തേയില്ല. അവൻ ലോകത്തെ പ്രാപിച്ച് ലോകത്തെ അനുഭവിച്ച് സുഖിച്ച് മുളച്ച് ജീവിക്കാൻ പോവുക. ജീവിച്ചുകൊണ്ടിരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. സ്തോത്രം. പിശാചിനറിയാം അല്പകാലമേ അവനുള്ളൂ എന്ന് അവനറിയാം. ദൈവമക്കൾക്ക് അറിയത്തില്ല അല്പകാലമേ ഉള്ളൂ എന്ന്. കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പ്രത്യാശയുള്ള എത്ര ദൈവമക്കളുണ്ടിന്ന്? കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പ്രസംഗിക്കുന്ന എത്ര പ്രാസംഗികന്മാരുണ്ടിന്ന്? ഈയിടയ്ക്കൊരു പാസ്റ്റർ തൻ്റെ കീഴെയുള്ള പാസ്റ്റർമാരോട് ചോദിച്ചു, നിങ്ങൾ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് എത്ര പ്രസംഗങ്ങൾ ചെയ്തിട്ടുണ്ട്? അപ്പോൾ അവനെ ഒന്നും പറഞ്ഞിട്ടില്ലെന്ന്. എന്താ കാര്യം? അത് യേശുക്രിസ്തുവിൻ്റെ വരവിന് ശേഷമാണോ അതിന് മുമ്പാണോ പിമ്പാണോ വരണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ് പറയാതിരിക്കുന്നത്. അത്രയ്ക്ക് വെളിവുള്ള പാസ്റ്റർമാരാ. ഇവരാരെ നന്നാക്കിയെടുക്കാൻ നടക്കുന്നത്? അല്ലവൻ്റെ പൈസ മേടിച്ച് തിന്നുന്ന ഉപജീവന മാർഗം നടത്തുന്ന പാസ്റ്റർമാർക്ക് എങ്ങനെ ഇവർക്ക് നിത്യതയെ കൊണ്ടെത്തിക്കാൻ കഴിയും? പിശാച് തനിക്ക് അല്പമേ കാലമുള്ളൂ എന്ന് കരുതി മഹാക്രോധത്തോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഏതൊക്കെ നിലയിൽ അവൻ്റെ സാമ്രാജ്യത്തിലേക്ക് വിശ്വാസികളെ അടിച്ചുകൊണ്ട് പോകാമോ? ലോകമനുഷ്യൻ അങ്ങോട്ടാണ് പോകുന്നത്. അല്ലെ, വിശ്വാസികളെ എങ്ങനെ എത്രത്തോളം അങ്ങോട്ട് വലിച്ചെടുക്കാമോ? ഈ ബർമുഡ ട്രയാങ്കിളിൽ അവർ ആ കടൽ ഭാഗത്ത് ഏത് വസ്തു വന്നാലും വലിച്ചെടുക്കുമെന്നാണ് പറയുന്നത്. കപ്പൽ പോയാലും ബോട്ട് പോയാലും അങ്ങോട്ട് സഖ്യം എടുക്കുന്ന പോലെ ഒരു അനുഭവം ഉണ്ടെന്നൊക്കെ പറയപ്പെടുന്നു. എനിക്കറിയില്ല വിശദാംശം. എന്നതുപോലെ പിശാച അവൻ്റെ സാമ്രാജ്യത്തിലേക്ക് പെന്തക്കോസ്തുകാരെ വലിച്ചെടുത്തുകൊണ്ടിരിക്കുക. പാസ്റ്റർമാർ നല്ലൊരു ശതമാനം പോയിക്കഴിഞ്ഞു. ഈ വിശ്വാസികളും പൊയ്ക്കൊണ്ടിരിക്കുക, പാസ്റ്റർമാരും പൊയ്ക്കൊണ്ടിരിക്കുക. ഇതൊരു തമാശയായിട്ട് പറയില്ല, കാര്യമായിട്ട് പറയുക. പ്രമാണം അനുസരിച്ചില്ലെങ്കിൽ പാസ്റ്റർ എന്നില്ല, വിശ്വാസിയെന്നില്ല, ആരൊന്നുമില്ല. എല്ലാവരും അവൻ അടിച്ചുകൊണ്ട് പോകും. പിശാച് തനിക്ക് അല്പമേ കാലമുള്ളൂ എന്ന് കരുതി മഹാക്രോധത്തോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ജനറൽ കൺവെൻഷൻ കഴിഞ്ഞ് അടി നടക്കുമ്പോഴാണ് അറിയുന്നത് പിശാചിൻ്റെ കളിയാണ് നടക്കുന്നത്. ആ നടന്ന മീറ്റിംഗ് മുഴുവൻ കോളമാക്കി തീർക്കുക ചെയ്യുന്നത്. കാരണം സർവ്വഭൂമിയെ തെറ്റിച്ചുകൊണ്ടിരിക്കുക. സഹോദരന്മാരെ രാപ്പകൽ അപവാദം പറഞ്ഞ് നശിപ്പിച്ചുകൊണ്ടിരിക്കുക.
അല്പമേ കാലമുള്ളൂ എന്ന് കരുതി മഹാക്രോധത്തോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പല പ്രാവശ്യം പറയുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ തലയിലോട്ട് ഇതൊന്ന് കയറണം. അതാണ് അതിൻ്റെ ഉദ്ദേശം. വെളിപ്പാട് 20:1 അനന്തരം ഒരു ദൂതൻ അഗാധത്തിൻ്റെ താക്കോലും പിടിച്ച് വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തു നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാച് എന്ന സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. അപ്പോൾ ദൈവം കൽപ്പിച്ചൊരു ദൂതൻ വന്ന് സാത്താനെ ചങ്ങലയിടുന്ന കാര്യമായി ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്. 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. 1000 ആണ്ട് ഈ ഭൂമിയിൽ കർത്താവും തൻ്റെ ശിഷ്യന്മാരും തൻ്റെ ഭക്തന്മാരായിട്ട് പഴയ നിയമ പുതിയ നിയമ വിശുദ്ധന്മാരുമായി 1000 ആണ്ട് വാഴ്ച ഈ ഭൂമി ഭരിക്കുമ്പോൾ സാത്താൻ്റെ പ്രവൃത്തി ഉണ്ടാകാതിരിക്കാൻ സാത്താനെ ബന്ധിച്ചിടുകയാണ്. അപ്പം അതിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന പാഠം എന്താണ്? സാത്താനാണ് ഈ കുത്തിത്തിരിപ്പ് മുഴുക്കനുണ്ടാക്കുന്നത്. ലോകത്തെ തമ്മിലിടിപ്പിക്കുന്ന സാത്താനാണ്. വൈരികൾ ഉണ്ടാക്കുന്ന സാത്താനാണ്. സകല പരിപാടി അവൻ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളതിൻ്റെ ഇരയായി തീരരുത്. ലോക മനുഷ്യൻ ഈ വക കഷ്ടപ്പാടുകൾ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് സാത്താൻ്റെ വയറ്റിൽ കിടക്കുകയെന്ന് പത്രോസ് പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളത് പഠിച്ചതാണ്. എന്നാൽ ഭക്തന്മാരായ നമ്മൾ അങ്ങനെ ആകരുത്. അതിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ കൂടി ഞാൻ വായിക്കുന്നു. വെളിപ്പാട് 1000 ആണ്ട് കഴിയുവോളം സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. അവൻ ഭൂമിയുടെ 4 ദിക്കിലുമുള്ള ജാതികളായി, കണ്ടോ, വിശുദ്ധന്മാരെ അല്ല കേട്ടോ, ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ് മാഗോഗ് എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിപ്പാൻ പുറപ്പെടും. അപ്പോൾ ജാതികളെ സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ് മാഗോഗ് എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കുന്നത് സാത്താനാണ്. ഇന്ന് ഈ പടകളെല്ലാം കൂടി കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്ത് തമ്മിത്തല്ലി ചാകുന്നത് സാത്താൻ്റെ പ്രവൃത്തിയാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ഇസ്ലാമികൾക്ക് പിന്നെ അങ്ങനെ ഒരു ചിന്തയില്ല. ഭക്തനാണെന്ന് വിശേഷിപ്പിക്കുന്ന ട്രംപിന് പുള്ളിക്കും ആ ചിന്തയൊന്നുമില്ല. ഒരു യഥാർത്ഥ ദൈവവൈതലിന് രാഷ്ട്രീയ ഭരണത്തിലിരിക്കാൻ ഒരിക്കലും കഴിയില്ല. ബില്ലി ഗ്രഹാമിനോട് ആരാണ്ടും ചോദിച്ചു, നിങ്ങൾ ഇത്രയും വലിയ കരുത്തനായ ഒരു മനുഷ്യനായിട്ട് എന്തുകൊണ്ട് അമേരിക്കയിൽ പ്രസിഡൻ്റാകാനായിട്ട് നിങ്ങൾക്ക് മത്സരിച്ചുകൂടാ? നിങ്ങൾക്ക് വോട്ട് കിട്ടുമല്ലോ, നല്ല മനുഷ്യനാണല്ലോ. അമേരിക്കൻ പ്രസിഡൻ്റായിരിക്കുന്നതിനേക്കാളും വലിയ പദവിയാണ് ഒരു സുവിശേഷകനായിരിക്കുന്നതെന്ന് താൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ട്രംപ് ആ സ്ഥാനത്തിരുന്നുകൊണ്ട് സുവിശേഷ പ്രവർത്തനമൊന്നുമല്ല നടത്തുന്നത്. യുദ്ധമാണ് നടത്തുന്നത്. യുദ്ധത്തിൽ അനേകരും മരിക്കുകയല്ലേ ചെയ്യുന്നത്. വലിയ വലിയ ബോംബാക്രമണങ്ങളൊക്കെ നടത്തുന്നത്. തൻ്റെ തല കൊയ്യും, ആരെങ്കിലും കൊയ്തെടുക്കും, തന്നെ കൊല്ലും. അങ്ങനെ കൊല്ലുമ്പോൾ ഇറാനെ കത്തിച്ച് കളയാനായിട്ട് താൻ കൽപ്പന കൊടുത്തിരിക്കുകയെന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങൾ കേട്ടത്. എന്തൊക്കെയാണ് ഈ പറഞ്ഞു കേൾക്കുന്നത്? ഇതൊക്കെ എന്ത് വിരോധാഭാസം! ഇടയ്ക്കിടയ്ക്ക് സുവിശേഷം പറയും, ക്രിസ്തു ക്രിസ്തു, ഉപദേശം ബൈബിൾ ബൈബിൾ എന്ന് പുള്ളി പറയുകയും ചെയ്യും. അങ്ങനെ ആയിപ്പോയി ഇന്നത്തെ ആത്മീയ നിലവാരം. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ അവർ എണ്ണപ്പെടുന്നില്ല. ലോകത്തിൻ്റെ ഭരണവും ലോകത്തിൻ്റെ ഭരണസാന്നിധ്യവും ലോകത്തിൻ്റെ ഗതിവിധികൾ നിയന്ത്രിക്കാനൊന്നും ദൈവമക്കളെ ആക്കി വെച്ചിട്ടില്ല. ദൈവസഭയെ ഉപദേശം കൊണ്ട് പ്രബോധിപ്പിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുകയാണ് ദൈവസഭയുടെ ഉത്തരവാദിത്വം, ദൈവദാസന്മാരുടെ ഉത്തരവാദിത്വം. ഇതൊക്കെ ലോക മനുഷ്യൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കുന്നത് ആരാ? അവൻ ഭൂമിയുടെ 4 ദിക്കിൽ നിന്നും, സാത്താൻ്റെ കാര്യമാണ് പറയുന്നത്. 1000 ആണ്ട് കഴിയുമ്പോൾ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. അവൻ ഭൂമിയുടെ 4 ദിക്കിൽ നിന്ന് ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ് മാഗോഗ് എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിപ്പാൻ പുറപ്പെടും. അവൻ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും. എന്നാൽ ആകാശത്ത് നിന്ന് തീയിറങ്ങി അവരെ ദഹിപ്പിച്ചു കളയും. ദൈവം സാത്താൻ്റെ ശക്തികളെ നിർമൂലമാക്കുമെന്ന് പറയും. അടുത്ത വാക്യത്തിൽ അതുണ്ട്. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന തീപ്പൊയ്കയിലേക്ക് തള്ളിക്കളയും. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം അനുഭവിക്കേണ്ടി വരും. അപ്പോൾ സാത്താൻ്റെ കൂട്ടർക്ക് ഒരുക്കിയിരിക്കുന്നതാണ് തീപ്പൊയ്ക, നരകം. അവിടേക്കാണ് നമ്മുടെ പാസ്റ്റർമാരും വിശ്വാസികളും പോകുന്നു എന്ന് പറയുമ്പോൾ എത്ര ദുഃഖകരം, എത്ര വേദനാജനകം. അങ്ങോട്ട് പോകാതിരിക്കാനാണ് ഈ പ്രസംഗം. അവരുടെ ഇടയിൽ പോയി വീഴാതിരിക്കാനാണ് ഈ പ്രസംഗം.
അല്ലാതെ ദൈവമക്കളെ പരിഹസിക്കാനോ നിന്ദിക്കാനോ അല്ല ചെയ്യുന്നത്. ദൈവസഭ അതിൻ്റെ വിശുദ്ധിയിലും നിർമ്മലതയിലും നിലനിൽക്കണം. ദൈവസഭയ്ക്കൊരു പ്രധാന ദൗത്യമുണ്ട്. എന്താണ് ആ ദൗത്യം? ദൈവജനത്തെ കർത്താവിൻ്റെ വരവിനുവേണ്ടി ഒരുക്കിയെടുക്കുക, ഒരുക്കം പൂർത്തീകരിക്കുക. സഭയുടെ ഒരുക്കം പൂർത്തീകരിക്കുക. മണവാളം വരുമ്പോൾ സഭ ഒരുങ്ങിയിരിക്കണം, ഉണർന്നിരിക്കണം, സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. സഭയ്ക്ക് രാഷ്ട്രീയവും ലോകത്തിലെ കാര്യങ്ങളും നോക്കാനല്ല, അനാഥശാല നടത്താനും പിന്നെന്താ കള്ളക്കച്ചവടം ചെയ്യാനും ഇല്ലാത്ത ഏടാകൂടങ്ങൾ മുഴുവൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. അനേകർ അനാഥശാല നടത്തുന്നു, അനേകർ വൃദ്ധസദനങ്ങൾ നടത്തുന്നു, അനേകർ ഇതിൻ്റെ പേരും പറഞ്ഞ് പല ചാരിറ്റബിൾ പരിപാടികൾ നടത്തുന്നുണ്ട്. ഇതൊക്കെ വചനവിരുദ്ധമാണെന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. സഭയുടെ ഉത്തരവാദിത്വം എന്താ? ജനത്തെ കർത്താവിൻ്റെ വരവിനുവേണ്ടി ഒരുക്കിയെടുക്കുക. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത് യേശു പോയതുപോലെ തിരികെ വരും. ആ തിരികെ വരുമ്പോൾ സഭയെ കർത്താവിൻ്റെ വരവിന് വേണ്ടി, അല്ലെങ്കിൽ മണവാളൻ വരുമ്പോൾ മണവാട്ടിയായ സഭയെ ഒരുക്കി നിർത്തുക. എങ്ങനെ ഒരുക്കി നിർത്തണം? നിർമ്മല കന്യകയായി ഒരുക്കി നിർത്തണം. ചേസ്റ്റ് വെർജിൻ, മനസ്സാ വാചാ കർമ്മണ, ഒരു അശുദ്ധിയും സംഭവിക്കാതെ വിശുദ്ധിയോടെ നിർമ്മലതയോടെ മണവാളനെ എതിരേൽക്കുന്ന ഒരു സംഘമായി, ഒരു നിർമ്മല കൂട്ടമായി സഭയായിരിക്കണം. ഇന്ന് അങ്ങനെയാണോ സഭ? അല്ല. ലോകത്തുള്ള സകല അശുദ്ധിയും സഭയെ കൂടി വന്നിരിക്കുക. ആഭരണം ധരിക്കലെന്ന് പറഞ്ഞ പ്രശ്നം കയറി വന്നിരിക്കുക. ഇപ്പോൾ ഞാൻ ചോദിക്കുക, ഈ ലോകത്തിൻ്റെ അൻപരാകരുത് എന്നല്ലേ പുസ്തകം? ആ ഒറ്റ വാക്യം മതിയല്ലോ നമുക്ക്. ലേഖനത്തിലെ, റോമാലേഖനത്തിലെ വാക്യവും യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലൊരു വാക്യം, നിങ്ങൾ ലോകക്കാരായിരിക്കാതെ വണ്ണം ലോകത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. ലോകക്കാരെ പോലെ ജീവിക്കാനല്ല, ലോകത്തിൻ്റെ അൻപരായി ജീവിക്കാനല്ല. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. ജാതികളെപ്പോലെ ജീവിക്കേണ്ടവരല്ലവരെ. ധനനിമിത്തം ഹൃദയം ഗർവിച്ചു, സൗന്ദര്യ നിമിത്തം ഹൃദയം ഗർവിച്ചു, അറിവ് നിമിത്തം ഹൃദയം ഗർവിച്ചു. നമ്മൾ നേരത്തെ കേട്ടല്ലോ. ഇല്ലാത്ത ഓനാമ്പിച്ചെല്ലാം ഉണ്ടാക്കി കഴിയുമ്പോൾ അഹങ്കാരമല്ലേ ഉണ്ടാകുന്നത്. ഒരു മരണ വീട്ടിൽ ഒരു സിനിമാ നടി ചെന്ന് കാണിച്ച ദൂഷിച്ച പ്രവൃത്തി, ആ പെണ്ണിൻ്റെ വീട്ടിൽ കല്ലേറ് വരെ നടത്തിയ ആൾക്കാർ പോയി. ഒരു മരണ വീട്ടിൽ പോയിട്ടേ അവൾ സൗന്ദര്യം കാണിക്കുക. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇതൊക്കെ വെറും കാടത്വമാണ്, കാടത്വം. അത് പിന്നെ അവിശ്വാസികളാണ് പോട്ടെന്ന് വെക്കാം. ഇവിടെ വിശ്വാസികൾ ഇതിനു വേണ്ടി കിടന്ന് തലമുറയിടേണ്ട കാര്യം എന്തിരിക്കുന്നു? ഒരാൾക്കൊരു ഡിസൈൻ ആഭരണം ഇടുമ്പോൾ മറ്റൊരാൾ വേറൊരു ഡിസൈൻ, പിന്നെ ഒരാൾ വേറൊരു ഡിസൈൻ. ഇങ്ങനെ ഡിസൈന് വേണ്ടിയുള്ള അടിപിടിയും തമ്മിൽ ബഹളമായിരിക്കത്തില്ലേ? പിന്നെ പൊന്നു മലം പോലെ എറിഞ്ഞു കളയൊന്നുമല്ലേ പ്രവചനവാക്യം? ഈ മലം പോലെ എറിഞ്ഞു കളയും മലം ആകാൻ വേണ്ടി ഇനി കഴുത്തിയിട്ട് നടക്കണോ ഇനി? അല്ല, എൻ്റെ ചോദ്യമാണ്. പൊന്നിനെ മലം പോലെ എറിഞ്ഞു കളയുമെന്ന്. സ്വത്രം. അത് അഹങ്കാരം ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ലേ? കൊച്ചുഞ്ഞ് യൂദേശിലെ ഭാര്യ സ്വർണ്ണാഭരണം അണിഞ്ഞിരുന്നു എന്ന് ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച അവയോവൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു. ഞാനത് ഇതുവരെ പറഞ്ഞില്ലെന്ന് എൻ്റെ ഓർമ്മ. അപ്പോൾ പുള്ളിക്കാരിയോട് ഉപദേശിച്ച് പറയും, എടി നീ ഇത് ഊരിക്കള. അവരിട്ടുകൊണ്ടിരിക്കും, പല പ്രാവശ്യം പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. അപ്പോൾ ഒരു ദിവസം കയറി ഉപദേശിയോടെ കയറി കൊമ്പ് കോർത്തു. എന്താ, ഞാനിതാരെയും കാണിക്കാനൊന്നുമല്ല ഇടുന്നതെന്ന് പറഞ്ഞു. ഉപദേശിക്ക് വിദ്യാഭ്യാസവും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ദൈവകൃപ നിറഞ്ഞ ഒരു ദൈവമനുഷ്യനായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്യും, നീ ആരെയും കാണിക്കാനല്ല ഇടുന്നെങ്കിൽ സന്ധ്യ ആകാൻ നേരത്ത് നമ്മൾ കിടക്കാൻ നേരമാകുമ്പോൾ എടുത്താൽ കിട്ടും. ആരെയും കാണിക്കില്ല. പകലൊക്കെയല്ലേ ആരെങ്കിലുമൊക്കെ വരുവോ പോവോ, ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരുമോ ഒക്കെ ചെയ്യുമല്ലോ, അപ്പോൾ എല്ലാവരും കാണുമല്ലോ. കാണിക്കാനാണെങ്കിൽ നമ്മൾ കിടക്കാൻ നേരമാകുമ്പോൾ എടുത്ത് കഴുത്തിലോട്ടിട്ടോ. ആ ഒറ്റ വാക്കോടുകൂടി ആഭരണ വർജനം നടത്തിയെന്നാണ് കഥ. എനിക്ക് പ്രായമുള്ളവർ പറഞ്ഞു തന്നുള്ള കാര്യമാണേ, നമുക്കിതൊന്നും അറിയത്തില്ല. ഞങ്ങൾ 94-കാരനായ വയോവൃദ്ധനായ മനുഷ്യൻ പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം പല 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 കാര്യങ്ങൾ അനുഭവത്തിലൂടെയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതെല്ലാം എൻ്റെ ഹൃദയത്തിൻ്റെ ചെപ്പിലിരിപ്പുണ്ട്. അതിലൊന്നാണ് ഞാൻ നിങ്ങളോട് പറയാനിടയായി തീർന്നത്. അപ്പം നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് പോയി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊരു ലക്ഷ്യമുണ്ട്. എന്താണ് ആ ലക്ഷ്യം?
ആത്മമണവളനാകുന്ന ക്രിസ്തു വന്ന് നമ്മളെ ചേർക്കും. കർത്താവിൻ്റെ വരവ്, ആ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ പോയാൽ ഈ വചനങ്ങൾ അനുസരിക്കാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ആ ലക്ഷ്യത്തിൽ നിന്ന് പോയി ലോകക്കാരെ പോലെ ജീവിക്കണമെന്ന് നമ്മുടെ ഉള്ളിലോട്ട് കയറിയ ഈ ഒരു കാര്യമല്ല, എല്ലാ കാര്യങ്ങളും നമ്മൾ തട്ടിക്കളഞ്ഞേ പോകത്തുള്ളൂ. അവരുടെ വിഷയം മാത്രം എല്ലാ കാര്യത്തിലും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്രിസ്തു എന്ന ഏകപുരുഷന്, ആ വാക്യം ഒന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ 2, 3, 4 വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ. ഹല്ലേലൂയ, സ്തോത്രം. പെട്ടെന്ന് വായി. 2 കൊരിന്ത്യർ 11-ാം അധ്യായം 2, 3, 4 വാക്യങ്ങൾ. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ ഇരിക്കുന്നു. ഞാൻ ക്രിസ്തു എന്ന, അവിടെ നിൽക്കട്ടെ, ഏകപുരുഷന്, ക്രിസ്തു എന്ന ഏകപുരുഷന്. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്ന ഒരു പ്രസ്താവന ഇതിനോടൊന്ന് കൂട്ടി വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൽ അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം ഞാൻ വായിക്കുന്നു. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴിക ആകുന്നു. യദുക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേക യദുക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കുന്നു. പൗലോസ് പറഞ്ഞ ക്രിസ്തു എന്ന ഏകപുരുഷനെ വിവാഹ നിശ്ചയം ചെയ്യാൻ സ്വതന്ത്രം പുതിയ നിയമസഭയാക്കി വെച്ചിരിക്കുന്ന പൗലോസ് പറയുന്നു. ഇവിടെ അനേക യദുക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കുന്നു. അപ്പോൾ ഒരു കർത്താവുണ്ട്, അനേക യദുക്രിസ്തുക്കളും ഉണ്ട്. ഈ വചനത്തിൻ്റെ വ്യവസ്ഥ തെറ്റിച്ച് പഠിപ്പിക്കുകയും തെറ്റിച്ച് പോവുകയും ചെയ്യുന്നവർ മുഴുവൻ യദുക്രിസ്തുവിൻ്റെ പക്ഷത്തിലുള്ളവരാണെന്ന് നമ്മൾ പഠിച്ചാൽ മതി. അപ്പോസ്തലന്മാരുടെ ഉപദേശത്തെ കോട്ടിക്കളഞ്ഞു, കൂട്ടിച്ചേർത്ത്, മറിച്ച് കളഞ്ഞ് പഠിപ്പിക്കുന്നവർ യദുക്രിസ്തുവിൻ്റെ പക്ഷത്തുള്ളതാണെന്ന് ക്ലിയർ കട്ടായിട്ട് ഞാൻ പറയാൻ താല്പര്യപ്പെടുക. യാതൊരു സംശയമില്ല കാര്യം. അപ്പം ക്രിസ്തു എന്ന ഏകപുരുഷനെ നിർമ്മലകന്യായി ഏൽപ്പിച്ചിരിക്കുന്നു. ഏകപുരുഷൻ, ആ ഏകപുരുഷൻ്റെ പ്രമാണം അനുസരിച്ച് ജീവിച്ചോണം. മറ്റതൊക്കെ യദുക്രിസ്തുക്കളാ. അവരിങ്ങനെ ചവറുപോലെ എഴുന്നേറ്റ് വരും. അപ്പോസ്തലന്മാരുടെ കാലത്ത് പോലും യദുക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവർ എഴുന്നേറ്റ് വന്നു. സത്യസുവിശേഷത്തെ മറച്ചു കളയാൻ അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അപ്പോസ്തലന്മാർ ശക്തമായ ഉപദേശം പറഞ്ഞ് സഭയെ അതിൽ നിന്ന് അടർത്തി മാറ്റി കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. ഇന്ന് അതല്ല. ദുരുപദേശത്തിൽ മുങ്ങിക്കിടക്കുക സഭകൾ, നല്ലൊരു ശതമാനം. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായി വരച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ച് വരുന്നില്ലെങ്കിൽ സഭ അന്യതാ ഉപദേശത്തിലാണെന്ന് യാതൊരു സംശയവുമില്ല. ക്ലിയർ കട്ടായിട്ട് ഞാൻ പറയുക. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യയെ ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. മനസ്സാവാച കർമ്മണ ഒരു അന്യപുരുഷനെ ആഗ്രഹിക്കാത്ത ഒരു നിർമ്മല കന്യകയാണ് പുതിയ നിയമസഭ. അവിടെ പൊങ്കത്തെ ക്ലാസ്സിൽ പരസംഗം ചെയ്യരുതെന്നുള്ളൊരു സബ്ജക്റ്റ് ഞങ്ങൾ പഠിച്ചു. പരസംഗം ഏതാ? ക്രിസ്തുവിനെ വിട്ടുപോയാൽ പരസംഗം ചെയ്യുക. ക്രിസ്തുവിൻ്റെ പ്രമാണത്തിൽ നിന്ന് വിട്ടുപോയാൽ യദുക്രിസ്തുവിൻ്റെ പക്ഷത്തായി നമ്മൾ. അങ്ങനെ പഠിക്കണം. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടുകളഞ്ഞാൽ നമ്മൾ യദുക്രിസ്തുവിൻ്റെ പക്ഷത്തായി. പിന്നെ പാട്ടുണ്ടാവും, പ്രാർത്ഥനയുണ്ടാവും, കൺവെൻഷൻ നടക്കും, മെഗാ ക്രൂസേഡ് നടക്കും, മറക്കൽ ക്രൂസേഡ് നടക്കും, കോടികൾ സമ്പാദിക്കാം. ഇന്നതാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. വിശ്വാസികൾ ഇഷ്ടം പോലെ ഉണ്ടാകും. 1000, 2000, 3000, 4000, 5000, 10000, 8 ലക്ഷം വരെ വിശ്വാസികളുള്ള ഒരു സഭ. ബാംഗ്ലൂരിൽ ഒരു പാസ്റ്റർ പറഞ്ഞു, ദുരുപദേശത്തിൻ്റെ കൂടാതെ മുഴുവൻ. സ്തോത്രം. കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് എത്ര കൂട്ടങ്ങളുണ്ടായി? ചെറിയ ചെറിയ കൂട്ടങ്ങളാണ്. ഞാൻ മുമ്പത്തെ ക്ലാസ്സിലത് പറഞ്ഞു. പ്രവൃത്തി 19-ൽ പൗലൂസ് വന്ന് ഉപദേശം പറയുമ്പോൾ അഭിഷേകം പ്രാപിക്കാത്ത ഒരു കൂട്ടരുണ്ട്. 12 പേരുണ്ടായിരുന്നു. 12 പേരെ. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 പേരൊക്കെ കാണുള്ളൂ. കർത്താവിൻ്റെ കൂടെ നടക്കാൻ 12 പേരെ ഉണ്ടായുള്ളൂ. അപ്പം തിന്നാനും രോഗശാന്തിക്കും അത്ഭുതങ്ങളും അടയാളങ്ങളും വിസയും പിന്നെ ജോലിയും ഇങ്ങനെയുള്ള
വീട്, കാറ്, ലോറി, ഇങ്ങനെയുള്ള ഭൗതിക അനുഗ്രഹങ്ങൾ വാരിക്കോരി കൂട്ടാൻ ഇഷ്ടംപോലെ ആൾക്കാർ പോയി പറയേ. ഉപദേശം കഠിനപ്പെടുത്തിയപ്പോൾ എല്ലാം വിട്ടുപോയി. ശേഷിച്ച 12 പേരോടും പറഞ്ഞ് നിങ്ങൾക്കും പോയിക്കൊള്ളാൻ മനസ്സുണ്ടോ? അതാണ് കർത്താവിൻ്റെ ഹൃദയമെന്ന് പെന്തക്കോസ് സമൂഹം ഇനിയെങ്കിലും മനസ്സിലാക്കണം. എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്ന ആളല്ല കർത്താവ്. തന്തരം വഴി പോകുന്നവനെല്ലാം കൂടി ചേർത്ത് പിടിച്ച് വകഞ്ഞു കൂട്ടി പാസ്റ്റർമാർ കൊണ്ടുപോകുന്നുണ്ട്. അതല്ല കർത്താവിൻ്റെ രീതി. പ്രമാണത്തിൽ നിൽക്കുന്നവൻ മതി, ഇല്ലാത്തവനൊക്കെ പൊക്കോന്നാ പറഞ്ഞ കർത്താവ്. യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ, ബാക്കിയെല്ലാം പൊക്കോളും, വെട്ടിക്കൊല്ലാനാ പറഞ്ഞത് മോശ. അത് തന്നെ കർത്താവും പറഞ്ഞത്. നിങ്ങൾക്കും പൊക്കൊള്ളാൻ മനസ്സുണ്ടെങ്കിൽ പൊക്കോ അവരോടൊപ്പം. അപ്പോഴാണ് പത്രോസ് പറഞ്ഞത്, നിത്യജീവൻ്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്, നിന്നെ വിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകും. പ്രിയമുള്ളവരെ, ആ ഒരു ഗ്രൂപ്പിൽപ്പെട്ടവരാണ് നമ്മൾ. 2, 3, 4, 5, 10 പേരൊക്കെ കാണുള്ളൂ. സാരമില്ല, പ്രമാണം അനുസരിച്ചാൽ നമുക്ക് അക്കരെ പോകാം. വലിയ വലിയ ഗ്രൂപ്പിലൊക്കെ പൊഞ്ഞ് ചാടിയിട്ട് വലിയ മെഗാ ചർച്ചിൻ്റെ ആളാണെന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കി നടത്തിയിട്ട് അവസാനം നരകക്കുഴിയിൽ പോയി ആരും വീഴരുതെന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് നിത്യതയിൽ പോകാം, ഒരു തടസ്സവും ഇല്ല. ഈ ഉപദേശം ഇതനുസരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എത്രയോ ഹൗസ് ചർച്ചുകൾ പ്രവൃത്തി പുസ്തകത്തിലുണ്ട്. പ്രിസ്കില്ലയും അക്വിലാസും ഹൗസ് ചർച്ചാണ് നടത്തിക്കൊണ്ടിരുന്നത്. അവിടെ 2000, 3000 പേരൊന്നും ഇല്ല, വേറും വരലാണോ പേരെ കാണുള്ളൂ. കാരണം അന്നത്തെ കാലത്ത് അങ്ങനെയാ. സ്വത്രം എന്നാൽ വിശ്വാസികൾ ഇങ്ങനെ കൂടി കൂടി വരുന്തോറും ഭവനങ്ങളിലും അവിടെ ഇവിടെകളായിട്ട് കൂട്ടായ്മ കൂടിക്കൊണ്ടിരുന്നു. എല്ലാവരും കൂടി ഒരുമിച്ച് കൂട്ടാനൊന്നും പറ്റത്തില്ല, അതിനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. യഹൂദന്മാർ റോമക്കാരെയൊക്കെ പേടിച്ച് അവർ ചെറിയ ചെറിയ വീടുകളിൽ ഇരുന്ന് അവർ പ്രാർത്ഥിച്ച് അവരാരാധിച്ച് അവരൊക്കെ മരിച്ച് നിത്യതയിൽ പോയി. ഇപ്പം നമ്മളോ മരിക്കാൻ കാത്തിരിക്കുക, വച്ചടിക്കാൻ. എന്താ? നിത്യതയിൽ പോകുന്നതിന് നമുക്ക് തടസ്സം വല്ലതും ഉണ്ടോ? ഒരു തടസ്സവും ഇല്ല. പക്ഷെ അത് പോണ്ടേ? എങ്ങനെ പോകും? ബയൂലദേശം, പ്രൊമോട്ടഡ് ഹെവൻ, ഇതൊക്കെ സംഭവിക്കണ്ടേ? ഇത് പോണ്ടെന്ന് ആരും പറയുന്നില്ല. പക്ഷെ ഇത് പോണെങ്കിൽ പണിയുണ്ടെന്ന് നമ്മളീ പറയുന്നേ. അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. അതാണ് പത്രോസ് നമ്മളെ പഠിപ്പിക്കുന്നത്. വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയം, ഇന്ദ്രിയത്തോട് സ്ഥിരത, സ്ഥിരതയോട് ഭക്തി, ഭക്തിയോട് സഹോദരപ്രീതി, സഹോദരത്തോട് സ്നേഹം കൂട്ടിക്കൊള്ളണം. ഇവയുണ്ടായി നിങ്ങൾ വർദ്ധിക്കണം. ആദ്യം ഈ 7 അനുഭവങ്ങൾ ഉണ്ടാകണം. ഇവയുണ്ടായി നിങ്ങൾ വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരുമായിരിക്കുകയില്ല. അവയില്ലാത്തവനോ കൂരുടനത്രേ, അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവൻ. കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന മതമാണ്, പ്രബലപ്പെട്ടൊരു മതം ഉണ്ടായിരുന്നു, യഹൂദ മതം. ആ യഹൂദ മതത്തിലെ പ്രധാന ശുശ്രൂഷകന്മാരാണ് ശാസ്ത്രിമാരും പരീശന്മാരും പുരോഹിതന്മാരും. മത്തായി 23 ശാസ്ത്രിമാരെയും പരീശന്മാരെയും കർത്താവ് എന്താ വിളിക്കുന്നത്? കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവർ. അവർ മോശന പീഠത്തിലായിരിക്കുന്നത്. അവർ കിണ്ടികിണ്ണങ്ങളുടെ പുളം വെളുപ്പാക്കുക, അകം ചീഞ്ഞളിഞ്ഞിരിക്കുക, പുറമെ വെള്ള പെയിൻ്റ് അടിച്ച് വെച്ചേക്കുക. ആ 23 അധ്യായം എല്ലാവരും വായിച്ച് പഠിച്ചോണം. ഒരുത്തനെ കടലും കരയും കടന്ന് മതത്തിൽ ചേർത്തിട്ട് ഇരട്ടിച്ച നരകത്തിന് യോഗ്യനാക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. ഇന്നും ഏകദേശമൊക്കെ ആ പരുവത്തിലായിരിക്കുക സഭകളെന്ന് പറയുന്നവരെ. ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത് പട്ടാളത്തിൽ ചേർക്കുന്ന പോലെ ആൾക്കാരെ കൂട്ടി വരുത്തി നരകത്തിൽ തള്ളിക്കളയുന്നു എന്നൊരു സംശയത്തിലാണ് ഞാനിരിക്കുന്നേ. കാരണം സ്വർഗത്ത് പോകാനുള്ള ഉപദേശമൊന്നും പഠിപ്പിക്കുന്നില്ല, സ്വർഗീയമായ കാര്യങ്ങളൊന്നും വിശ്വാസിക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല. അനുഗ്രഹം, നന്മ, വിടുതൽ, ഒടുക്കത്തെ കുറെ പാട്ടും പാടി തുള്ളിക്കുക ചെയ്യുന്നത്. ഇതുകൊണ്ട് ആൾക്കാർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? പാട്ടൊക്കെ നല്ലതാണ്, പക്ഷെ അതുകൊണ്ട് അതിനേക്കാൾ ഘനമായ ഉപദേശം പഠിച്ചനുസരിക്കണ്ടേ? സഭയ്ക്കൊരു പ്രമാണം ഉണ്ടല്ലോ, പ്രമാണം അനുസരിക്കണ്ടേ? പ്രമാണം അറിയാവുന്ന എത്ര പാസ്റ്റർമാരുണ്ട്, എത്ര വിശ്വാസികളുണ്ട് ഇന്ന് ആത്മീയകോളത്തിൽ. ഇവിടെ പറയുന്ന 7 കാര്യങ്ങൾ കാണാതെ അറിയാവുന്ന എത്ര പേരുണ്ട്? വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയം, ഇന്ദ്രിയത്തോട് സ്ഥിരത, സ്ഥിരതയോട് ഭക്തി, ഭക്തിയോട് സൗരപ്രീതി,
സഹോദരിയുടെ സ്നേഹം കൂട്ടിക്കൊണ്ടിരിക്കണം. ആദ്യം ഈ 7 അനുഭവങ്ങൾ ഉണ്ടാകണം, എന്നിട്ട് അത് വർദ്ധിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നത് പത്രോസ് പഠിപ്പിക്കുന്നത്. അവിടെയാണ് പത്രോസ് പറഞ്ഞതനുസരിച്ച് യേശുക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി കിട്ടുന്നത്. അവർക്കാണ് കിട്ടുന്നത്. ഈ അനുഭവങ്ങളില്ലാതെ, ഇത് വർദ്ധിപ്പിക്കാതെ ദൈവരാജ്യത്തിലുള്ള പ്രവേശനം എവിടെ കിട്ടുമെന്നായി പറയണേ? എനിക്ക് മനസ്സിലാകുന്നില്ല. ചുമ്മാ കിടന്ന് അതും ഇതൊക്കെ പറഞ്ഞ് മനുഷ്യനെ വഞ്ചിച്ച് കൊണ്ടുപോവുക. പൗലൂസും പത്രോസും ഒക്കെ ദൈവരാജ്യത്തേക്ക് പോകാനുള്ള കർത്താവും അത് തന്നെ പഠിപ്പിച്ചത്. കർത്താവ് എന്താ പറഞ്ഞത്? എൻ്റെ കർത്താവെ നിൽക്കുന്ന ഏവനുമല്ല സ്വർഗ്ഗസ്നായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നത്രേ സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കുന്നത്. സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കുന്നത് എങ്ങനെയാണ്? 1 തെസ്സലോനിക്കർ 5:13 മുതൽ അവസാനം വരെയുള്ള വാക്യം വായിച്ച് പഠിക്കുമ്പോൾ ഇതല്ലോ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള ദൈവ ഇഷ്ടം. അത് വായിച്ച് പഠിച്ചോണേ. 1 തെസ്സലോനിക്കർ 5:13 മുതൽ അവസാനം വരെയുള്ള വാക്യങ്ങൾ വായിച്ച് പഠിക്കുമ്പോൾ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ. അതല്ല, ഈ ഉപദേശം വിശുദ്ധ ചുംബനത്തിന് വേണ്ടി 1 തെസ്സലോനിക്കർ 5 അവസാന വാക്യം വായിച്ചിട്ട് തമ്മിൽ വിശുദ്ധ ചുംബനം ചെയ്യും. ദൈവത്താണ് ഈ ലേഖനം എല്ലാവരെയും വായിച്ചു കേൾപ്പിക്കും. സങ്കീർത്തനം വായിച്ചു കേൾപ്പിക്കും, ഇത് വായിച്ചു കേൾപ്പിക്കത്തില്ല. 109 സങ്കീർത്തനം വായിച്ചു കേൾപ്പിക്കും, ഇത് വായിച്ചു കേൾപ്പിക്കത്തില്ല. പൗലൂസ് ആണയിട്ട് പറഞ്ഞു, ദൈവത്താണ് ഇതെല്ലാവരെയും വായിച്ചു കേൾപ്പിക്കണം. അതോട്ട് വായിച്ചു കേൾപ്പിക്കത്തില്ല. കേൾപ്പിക്കും. വിശുദ്ധ ചുംബനം ചെയ്യാൻ വേണ്ടി ആ ഒരൊറ്റ വാക്യം അടർത്തിയെടുക്കും. തെസ്സലോനിക്കർ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, തമ്മിൽ വിശുദ്ധ ചുംബനം ചെയ്യും. വർഷങ്ങളായി മിണ്ടാതിരിക്കുന്നവരൊക്കെ ഈ അപ്പം നുറുക്കൊക്കെ തിന്നിട്ട് വീഞ്ഞുമൊക്കെ കുടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിശുദ്ധ ചുംബനം ചെയ്യുക. ഒരു കൈ പോലും നേരെ കൊടുക്കത്തില്ല, മിണ്ടിപ്പോലും കാണത്തില്ല. എനിക്ക് നന്നായി 10-50 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് അതുകൊണ്ടല്ലേ ഈ പറയണേ. ചുമ്മാ ഒരു പ്രഹസനമാക്കി വെച്ചുകൊണ്ടിരിക്കുക. ഈ വക കൊള്ളരുതായ്മകളെല്ലാം വിട്ട് യഥാർത്ഥ പഥ്യവചനം, പഥ്യോപദേശത്തിലേക്ക് സഭകൾ മടങ്ങി വരണമെന്ന ശക്തിയോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിശ്വാസത്തോട് വീര്യം എന്നുള്ള വിഷയം, വീര്യം, വിർച്യു. റോമാലേഖനം 4:14 ആ വീര്യമുള്ള വിശ്വാസം ഒരാളിൽ ഉണ്ടാകുന്നു. എന്താണ്? മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ദൈവമെന്നവൻ വിശ്വസിച്ചു. ഇതാണ് വീര്യമുള്ള വിശ്വാസം. വിശ്വാസത്തോട് വീര്യം, വിർച്യു, വീര്യമുള്ള വിശ്വാസം. ശതാധിപൻ്റെ ഭവനത്തിൽ യേശു വന്നു സൗഖ്യമാക്കുവാൻ എൻ്റെ ദാസനെ. ശതാധിപൻ എന്താ പറഞ്ഞത്? നീ എൻ്റെ പുറയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. അതാണ് വീര്യമുള്ള വിശ്വാസം, കർത്താവിലുള്ള അചഞ്ചലമായ വിശ്വാസം. രക്തസ്രാവക്കാരി സ്ത്രീ കേട്ടു യേശുവിൻ്റെ വർത്തമാനം. കേട്ട മാത്രയിൽ യേശു അത്ഭുതകരമായി വിടിവിക്കുന്നവനാണ്, സൗഖ്യം തരുന്നവനാണെന്നുള്ള വിശ്വാസത്തോടെ ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥിതിയിൽ രക്തസ്രാവമുള്ളൊരു സ്ത്രീ വന്നാൽ കല്ലെറിഞ്ഞു കൊല്ലണം പ്രമാണം. അതിനെ അവഗണിച്ചുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശുവിൻ്റെ അടുക്കൽ വന്ന വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു. എന്നെ തൊട്ടതാരെന്ന് ചോദിക്കുക. ശിഷ്യന്മാർ പറഞ്ഞ മറുപടി രസകരമാണ്. ഈ ജനം കിടന്ന് തിക്കി തിരക്കുന്നതിലേ നിന്റെ തൊട്ടതാരെന്ന് ഞങ്ങളെങ്ങനെ അറിയും? യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ തൊട്ടതും നിങ്ങളുടെ കൈ തൊട്ടതും നിങ്ങളുടെ ലുങ്കി തൊട്ടതൊന്നും ഞാൻ അറിഞ്ഞില്ല. ആവശ്യബോധത്തോടെ ആരോ ഒരാൾ എന്നെ തൊട്ടു, അതാരാണെന്ന് എൻ്റെ ചോദ്യം. സ്ത്രീ അത് കേട്ടിട്ട് വിറച്ചും കൊണ്ട് പറഞ്ഞു, ഞാനാണ്. സ്ത്രീയെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അതാണ് വീര്യമുള്ള വിശ്വാസം. നമുക്ക് വിടുതൽ വേണം, സൗഖ്യം വേണം, അനുഗ്രഹം വേണം. വിശ്വാസവും ഇല്ല, ഒരു കുന്തവും ഇല്ല, പിന്നെ എങ്ങനെ കിട്ടുന്നത്? പൗലോസ് പറഞ്ഞ വിശ്വാസത്തോട് വീര്യമുള്ള വിശ്വാസം ഉണ്ടാകണം നമുക്ക്. അതെങ്ങനെ ഉണ്ടാകും? വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ ഉണ്ടാകും. പ്രാർത്ഥനയിലൂടെ അത് പ്രാപിച്ചെടുക്കാം. വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. വിശ്വാസം കൃപാപരമാണ്. ഹല്ലേലൂയ. അങ്ങനെ നമുക്കത് പ്രാപിച്ചെടുക്കാൻ പറ്റും. വിശ്വാസത്തോട് വീര്യത്തോട് പരിജ്ഞാനം, നോളേജ്. എന്താണ് പരിജ്ഞാനം? എഫേസ്യ ലേഖനം 1:17 വായിച്ചേ, 4:12 വായിച്ചേ, പെട്ടെന്ന് വായിച്ചേ.
വീര്യത്തോട് പരിജ്ഞാനം. എഫേസ്യ ലേഖനം 4:12. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. 4:12 വാക്യം ഇങ്ങനെ കാണുന്നത്. ആ ആ അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രൻ, അത് വിട്ടു കഴിഞ്ഞോ, ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനമുള്ള ഐക്യം. അപ്പം അതാ പരിജ്ഞാനം, ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനം, വചനത്തിൻ്റെ ജ്ഞാനം, സ്വർഗീയമായ ജ്ഞാനം. വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് ഈ ജ്ഞാനം വേണം നമ്മൾ പ്രാപിച്ചെടുക്കേണ്ടത്. 1 കൊരിന്ത്യർ ലേഖനം 1-2 അധ്യായം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനമാണ് ക്രിസ്തു. ആ ജ്ഞാനമാണ് നമുക്ക് വേണ്ടത്. വചനത്തിൻ്റെ ജ്ഞാനം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തിലൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ ജ്ഞാനം നമ്മൾ പ്രാപിച്ചെടുക്കണം. ദൈവികമായ ജ്ഞാനം, ദൈവത്തിൻ്റെ ജ്ഞാനമായ ക്രിസ്തുവിനെ നമ്മൾ അറിയുമ്പോഴാണ് നമ്മൾ ജ്ഞാനികളാകുന്നത്. അല്ലെങ്കിൽ പോഷന്മാരുടെ ലിസ്റ്റിലാണ് നമ്മൾ കിടക്കുന്നത്. നമ്മൾ കുറേ പഠിച്ചറിവുകളും നമുക്ക് കുറേ ലോകപരിചയങ്ങളും നമുക്ക് ലോകത്തിലെ കാര്യങ്ങളെല്ലാം നമ്മുടെ തലമണ്ടയെ കയറ്റി വെച്ചാൽ ആ അറിവൊന്നും ദൈവസേനയിൽ വേണ്ട. ലോകത്തിൻ്റെ ജ്ഞാനം ദൈവസേനയിൽ പോഷത്വമാണ്, പോഷന്മാരാണ്. ഇന്ന് നിങ്ങൾ കാണുന്ന ഈ കാപ്പിയൊക്കെ കുടിച്ച് ഈ വട്ടമേശ സമ്മേളനത്തിൽ നിന്ന് യുദ്ധത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നു, അങ്ങോട്ടടിക്കണം ഇങ്ങോട്ട്, ഇവരെല്ലാം പോഷന്മാരുടെ ലിസ്റ്റിൽ കിടക്കുക. ഞാനവരെ കുറിച്ച് പറയുന്നത് റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 32 വരെയുള്ള ഗ്രൂപ്പിൽ കിടക്കുന്ന ആൾക്കാരായതല്ല. ഒരെണ്ണം ഗുണമില്ല. ഭക്തന്മാരായ ദൈവമക്കൾക്കൊന്നും ഇവരുടെ കൂടെ ഇരിക്കാനും യാതൊരു നിർവാഹമില്ലെന്ന് പറഞ്ഞാൽ പാടില്ല. രാഷ്ട്രീയക്കാരുടെ ഇടയിൽ പോയി നമ്മളിരിക്കരുത്. തട്ടിപ്പും വെട്ടിപ്പും ചതിയും വഞ്ചനയും ചെയ്യുന്നവരാ. അത് ചെയ്യുന്ന പാസ്റ്റർമാർക്കാണ് രാഷ്ട്രീയത്തിൽ ഇരിക്കണമെന്ന് ആഗ്രഹമുള്ളത്. അവർ ചെയ്യുന്ന മുഴുവൻ തട്ടിപ്പും വെട്ടിപ്പുവാ. അതുകൊണ്ടാണ് നേരെ ജീവ പോകണമെന്നവർക്കൊന്നും രാഷ്ട്രീയത്തിൽ ഇരിക്കാൻ പറ്റത്തില്ല. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം പ്രാപിച്ചെടുക്കുക, വചനത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം, സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരാകുക. ദൈവത്തിൻ്റെ ജ്ഞാനമാകുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് പ്രാപിക്കുക. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ് എനിക്ക് ക്രിസ്തുവിനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ മതി. ക്രിസ്തു എന്താ? ദൈവത്തിൻ്റെ ജ്ഞാനമാണ് ക്രിസ്തു. ആ ഭാഗം ഒന്ന് വായിച്ച് ഗ്രഹിപ്പിക്കാനായിട്ട് എനിക്ക് പ്രേരണയുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിലാണ് ആ വിഷയം കിടക്കുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം. ഹല്ലേലൂയ, സ്തോത്രം. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 20 മുതലുള്ള വാക്യം വായിക്കുന്നു. ജ്ഞാനി എവിടെ? ശാസ്ത്രി എവിടെ? ഈ ലോകത്തിൻ്റെ ജ്ഞാനം, ലോകത്തിൻ്റെ താർക്കികനെവിടെ? ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം പോഷത്വമാക്കിയില്ലയോ? ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായിക കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ പോഷത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. യഹൂദന്മാർ അടയാളം ചോദിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജ്ഞാനികൾക്ക് പോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും തന്നെ ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. സ്തോത്രം.